ആട് 3 എന്ന് പറയുന്നത് എൻ്റെ കൺവിക്ഷനാണ്, എൻ്റെ ഫ്രാഞ്ചൈസിയാണ്, എൻ്റെ IP എൻ്റെയാണ്. അദ്ദേഹം ഈ സിനിമയിൽ വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിന് ശേഷമാണ്. ആ ഫസ്റ്റ് ഷെഡ്യൂൾ ഞാൻ ചെയ്യാനുള്ള കാരണം തന്നെ ആടിന് എന്തിന് ഇത്രയും ബഡ്ജറ്റ്, ഞാൻ എവിടെ പോയപ്പോഴും ചോദിച്ച ചോദ്യം, അതൊരു കോമഡി സിനിമയല്ലേ, അതിനെന്തിന് ഇത്രയും വലിയ ബഡ്ജറ്റ് എന്ന് പറയുക. അല്ല, അത് സ്ക്രിപ്റ്റ് അങ്ങനെയാണ്, അതെങ്ങനെയാണ് ഞങ്ങൾ അത് മച്ച് മോർ ആണ്, അതിലും ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഷെഡ്യൂളിന് ശേഷം ഞാൻ ഇതിനു മുമ്പ് അത് ബോംബെ സ്റ്റുഡിയോസിലൊക്കെ പോയി പിച്ച് ചെയ്തിട്ടുണ്ട്. അന്ന് അവർ ബോംബെ സ്റ്റുഡിയോസ് ഇതിനെ വാല്യൂറ്റ് ചെയ്യുന്നത് പൂർണ്ണമായും അതിലെ ആക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആക്ടേഴ്സിനെ അവർക്ക് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ജയസൂര്യ അതിലെ ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. ജയസൂര്യ നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. ഹൂസ് ദ ഹീറോ, ബിക്കോസ് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ ലെഡ് ബൈ ജയസൂര്യ എന്ന് വരുള്ളൂ. ജയസൂര്യ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. ജയസൂര്യ അപ്പം OTTയുടെ ഒരു ബൂം വരുന്ന സമയത്ത് ജയസൂര്യ സിനിമകൾ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പം ലാസ്റ്റ് ഇങ്ങനെയാണല്ലോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ ആക്ടറിൻ്റെ ലാസ്റ്റ് മൂവി സോൾഡ് എത്രയാണ്, അതിന് ഒരു ഹിസ്റ്ററി ഇല്ല. അപ്പം നമ്മൾ കൺവിൻസ് ചെയ്യാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.